നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി സ്വാധീനിച്ച സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സെറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി കൂടിയായ ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം. ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്ററായ ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം നടക്കുകയാണ്. സെറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. ഡിജി പബിന്റെ ചെയർപേഴ്സണാണ് ധന്യ രാജേന്ദ്രൻ. ചൈനീസ് വൺ കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്കും ഡിജി പബ് അംഗമാണ്. ഡിജി പബ് സംഘടനയിലെ മറ്റംഗങ്ങൾ ഓൾട്ട് ന്യൂസ്, ആർട്ടിക്കിൾ 14, ബ്ലൂം ലൈവ്, കോബ്ര പോസ്റ്റ്, HW ന്യൂസ്, ന്യൂസ് ലോണ്ടറി, സ്ക്രോൾ, ദുകിൻഡ്, ദി വയർ എന്നിവയാണ്. ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരായ CAA വിരുദ്ധ സമരം, കർഷക സമരം, ഖലിസ്ഥാനി ആക്രമണങ്ങൾ, മാവോയിസ്റ്റ് അതിക്രമങ്ങൾ തുടങ്ങിയവയെ സഹായിക്കുന്ന സമീപനമാണ് ഡിജി പബും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ അംഗങ്ങളായ സ്ഥാപനങ്ങൾക്ക് വിദേശ സഹായം ലഭ്യമാക്കുന്നതും ഡിജി പബ് മുഖേനയാണ്. വിദേശ ഫണ്ട് സ്വീകരിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഡിജി പബ് മേധാവി എന്ന നിലയിലാണ് ധന്യ രാജേന്ദ്രൻ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലായത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്ത് എന്ന മീഡിയ കോൺക്ലേവിന് വിദേശ ഫണ്ട് ലഭിച്ചിരുന്നതായി മുഖ്യ സംഘാടകയായ ധന്യ രാജേന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു. വിഘടനവാദം വളർത്തുന്നു ഈ മാധ്യമ സമ്മേളനമെന്നും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെഷൻ കനേഡിയൻ ഹൈക്കമ്മീഷൻ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിനുള്ള പണം ലഭിച്ചിരുന്നതായും ധന്യ രാജേന്ദ്രൻ ബംഗളൂരു സെൻട്രൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സമ്മേളനത്തിന്റെ മറ്റ് ചെലവുകൾ പൂർണ്ണമായും വഹിച്ചത് കേരള മീഡിയ അക്കാദമിയാണെന്നായിരുന്നു മൊഴിയിൽ പറഞ്ഞത്. കട്ടിംഗ് സൗത്തിന്റെ ലോഗോയിൽ ദക്ഷിണേന്ത്യയെ വേർതിരിച്ച് ചിത്രീകരിച്ചതും സമ്മേളനത്തിനായി വിദേശ ഫണ്ട് സ്വീകരിച്ചതുമാണ് അന്ന് വിവാദമുണ്ടാക്കിയത്. കട്ടിംഗ് സൗത്ത് എന്നാൽ കട്ടിംഗ് എഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും മറ്റും ഉരുണ്ട് കളിക്കുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ഒരു സംഘടനയുമായി ബന്ധമില്ല എന്നാണ് ധന്യ രാജേന്ദ്രൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി.